ഹായ് മുത്തുമണികളെ, എന്തൊക്കെയല്ലോ സുഖല്ലേ? ഇതേ നോക്ക് പെട്ടക്കെണ്ണ ചെമ്മീനല്ലേ കിടക്കണേ. അപ്പം ഇങ്ങനെ പെട്ടക്കെന്ന ചെമ്മീൻ ഈ മഴക്കാലത്ത് കിട്ടിയിട്ട് ബിരിയാണി വെച്ചില്ലെങ്കിൽ ഒരു കുറച്ചിലല്ലേ. അപ്പം ഇത് ബിരിയാണി എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തല്ലിപ്പൊളി അൽക്കുലത്ത് ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലോ? നോക്കാം. ദേ അതിനായിട്ട് റെഡിയായി തൊലിയൊക്കെ എരിഞ്ഞ് പാത്രത്തിൽ കുത്തിരിക്കുന്ന ചെമ്മീൻ കുട്ടന്മാരെ നമുക്കൊന്ന് തലോടി എടുത്താലോ? അതിനുവേണ്ടി അതിനാവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിതിനെ ഒന്ന് ഇറക്കിയെടുക്കാം. ഇനി കുറച്ച് നേരം നമ്മളെ ചെമ്മീൻ കുട്ടന്മാർ മുളകിൽ കിടന്നൊന്ന് പുളകം കൊള്ളട്ടെ അല്ലേ. അപ്പോഴേക്ക് നമുക്ക് മസാല ഉണ്ടാക്കിയാലോ? ഞാൻ പിന്നെ എണ്ണയിലിട്ട് വയറ്റിയിട്ടൊന്നും മസാല ഉണ്ടാക്കില്ല കേട്ടോ. ഇളക്കാനും മടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുക്കർ എടുക്കും, അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സകലമാന സാധനങ്ങൾ എന്തൊക്കെ വേണം അതൊക്കെ ഇട്ട് അതിൻ്റെ അപ്പുറം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ചൊരു ഗ്ലാസ് വെള്ളവും കൂട്ടിയിട്ട് നല്ല പാങ്ങിൽ കുക്കറിൽ 2 വിസിലടുപ്പിക്കും. പെട്ടെന്ന് ഒന്നൊരു പണിയും ഇല്ല. ഇളക്കി കൈ വേദനിക്കേണ്ട കാര്യമില്ല. രണ്ട് വിസിൽ കൊണ്ട് നമ്മളെ ഉള്ളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. അത് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് നമ്മളെ മുളകിൽ പുളകം കൊള്ളിച്ച് കിടത്തിയിരിക്കുന്ന ചെമ്മീൻ കുട്ടന്മാരെ ഒന്ന് വിറപ്പിച്ചാലാ. ഇതേ നോക്ക്, വിറകണ്ട. പിന്നെ നന്നായിട്ടൊന്നും വിറപ്പിക്കണ്ട. മയത്തിലൊന്ന് വിറകൊള്ളിച്ച് വിട്ടാൽ മതി, അത്രേ വേണ്ടൂ. 2 കൂക്കലും വിളിയൊക്കെ കഴിഞ്ഞ് കുക്കറമാവനെ നമ്മൾ തുറന്നിട്ടുണ്ട്. അതിലിട്ട സാധനങ്ങളൊക്കെ നല്ലതുപോലെ വെന്തലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ അറിഞ്ഞ് തട്ടിക്കൊടുക്കാം. പിന്നെ ബിരിയാണി എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് ഗരം മസാലപ്പൊടി ചിക്കൻ മസാല ഇല്ലാണ്ട് ഞാൻ ബിരിയാണി വെച്ചിട്ട. അതുകൊണ്ട് ഗരം മസാലയും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് ഇച്ചിരി കരിയാമ്പലോട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അതിലോട്ട് തിളച്ചെണ്ണയിൽ വിറപ്പിച്ചെടുത്ത ചെമ്മീൻ കുട്ടന്മാരെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി ആ മസാലയിൽ കിടന്ന് ചെമ്മീൻ കുട്ടന്മാരൊന്ന് തുള്ളിക്കളിച്ചോട്ടെ. അവസാനത്തെ താരം മല്ലിച്ചപ്പ് അവനെയും കൂടി തട്ടി അങ്ങോട്ട് കുക്കർ മൂടി വെച്ച് നമ്മളെ മസാല റെഡി. ഇനി ചോറുണ്ടാക്കണം. അതിനായിട്ട് നല്ല ചൂടായ കുക്കറിലേക്ക് എണ്ണയും നെയ്യും ഇട്ട് കൊടുക്കണം. ഞാൻ പറയല്ല, നെയ്യ് ഇതിലേക്ക് തട്ടിയിട്ട് വീഴുന്നില്ല. മഴയല്ല, തണുപ്പ് കാരണം കട്ട പിടിച്ചതാണ്. പിന്നെ സ്പൂണൊക്കെ ഇട്ട് തള്ളി ഉന്തി അതിലേക്ക് ഇട്ട് നല്ല എണ്ണ ചൂടായി വന്നപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങ് വാരിയിട്ട് അതിലേക്ക് ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് കരിയാമ്പലും ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് അതിന് വേണ്ടുന്ന ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് അപ്പം തന്നെ ഞാൻ എടുത്ത് വെച്ച അരിയും ചേർക്കൂട്ടാ. പിന്നെ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഞാൻ ഈ വെള്ളം തിളക്കാനൊന്നും കാത്തിക്കില്ല. എല്ലാം കൂടി ഇട്ടൊരു മൂടലങ്ങനെ മൂടി വെക്കും. ഒരു വിസിലിൽ കുക്കർ നമുക്ക് ചോറ് റെഡിയാക്കി തരും. പിന്നെ കുക്കർ നമ്മളെ ചതിച്ചു കേട്ടോ. കുക്കർ ഇത്തിരി വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് വേവായി പോയി ചോറ്. ഇനി ഈ ചോറെടുത്ത് ദമ്മൊക്കെ ഇട്ടെങ്കിൽ ഇത് ചോറ് പിന്നെയും വേവും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ദമ്മിടാണ്ട് ചോറ് ബേക്കാൻ കഴിഞ്ഞിട്ടാ. പിന്നെ കാണണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പം ബിരിയാണി ആയത്, നെയ്ച്ചോറ് മസാല അല്ലേന്ന്. ആണ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തല്ലിപ്പൊളി അൽക്കുലത്ത് ബിരിയാണിന്ന്. അപ്പം ഇതുപോലെ തല്ലിപ്പൊളി അൽക്കുലത്ത് ബിരിയാണി ആക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പൊന്നു മക്കളെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോട്ടാ. വേറെ ഒന്നിനല്ല, എന്നെ പോലെയുള്ള മനുഷ്യന്മാർ